World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hyson Heritage. വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ്റിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. പക്ഷേ വഴിപാട് വെടിക്കെട്ടൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടത്താറുണ്ട്. ചുരുക്കം അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അപകട സാധ്യതകളും ഇതിനുമുമ്പ് അപകടങ്ങളുണ്ടായിട്ടും വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ആരും വരുത്തി വയ്ക്കുന്നതല്ല ഇത് എന്തോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും മോശം കാലാവസ്ഥയിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്. പീക്ക് സമ്മറാണ്, 38 ഡിഗ്രി ഒക്കെയാണ് ചൂട്. അപ്പോൾ വെടിമരുന്ന് അറിയാമല്ലോ, വെടിമരുന്നിന് തീ പിടിക്കാനായിട്ട് വലിയ വ്യത്യാസം വേണ്ട ചൂടിന്. കമ്മീഷൻ്റെ നിയമനം മാത്രം നോട്ടിഫിക്കേഷൻ എനിക്ക് വാട്സപ്പിൽ കിട്ടിയുള്ളൂ. ഇനി കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഗവൺമെൻറ് നിശ്ചയിക്കും. ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ഏതായാലും മുഖ്യമായിട്ടും ഞാൻ അവിടെ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിക്ടിംസിനെ ആദ്യം കാണണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ പൂരമാണ്. നാളെ പകൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട്, പൂരത്തിൻ്റെ ഭാഗമായിട്ട് നാളെയും ചടങ്ങുകളുണ്ട്. അപ്പോൾ ഇന്നും നാളെയും തിരക്കാണെന്നാണ് പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അപ്പോൾ ഞാൻ മറ്റന്നാൾ, അത് ഏർലിയസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പോകാമെന്ന് ഓർക്കുവാണ്. അപ്പം ആദ്യമായിട്ട് അവിടെ കളക്ടറും പോലീസ് കമ്മീഷണറും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തും. എന്നിട്ട് കമ്മീഷൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെ വേണമെന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് ആശുപത്രികളിൽ പരിക്ക് പറ്റി കിടക്കണവരും അല്ലാതെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവരെ കാണും. പക്ഷേ അവരുടെ ഒന്നും ഒരു മൊഴി രേഖപ്പെടുത്താനോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ ഒന്നും പറ്റിയ അവസ്ഥയിലായിരിക്കില്ല അവരൊന്നും. പക്ഷെ തൽക്കാലം അവരെ കണ്ടച്ച് പോരും. പിന്നെ അത് കഴിഞ്ഞാൽ ഈ അപകട സ്ഥലം, ഈ മുണ്ടത്തിക്കോട് കാണാൻ പോകും. അപ്പോൾ അവിടുത്തെ ഇപ്പം സെർച്ചൊക്കെ കഴിഞ്ഞ് കാണും, കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ് മാസ്റ്ററുണ്ട്, എല്ലാം റെക്കോർഡിലുണ്ട്. അതൊക്കെ വെച്ച് വേണം റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാം. പക്ഷേ ഞാൻ നേരിട്ടുനിന്ന് പോയി ഒന്ന് കണ്ട് നമ്മുടെ ഒരു വിലയിരുത്തൽ നടത്തണം. അപ്പോൾ പ്രധാനമായിട്ടും നാളെ 2 കാര്യമാണ്. ഒന്ന് പോവുക, ജില്ലാ പോലീസ് മേധാവിയും കളക്ടറും ഒക്കെ ആയിട്ട് സംസാരിക്കുക. 2 പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിൽ കാണുക. പിന്നെ ഈ അപകട സ്ഥലം സന്ദർശിക്കും. ഇതാണ് നാളത്തെ പരിപാടി. അത് കഴിഞ്ഞ് ടേംസ് ഓഫ് റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ കമ്മീഷന് പ്രവർത്തനം തുടങ്ങും, തെളിവെടുക്കും. ടേംസിനെ ആശ്രയിച്ച് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കണം. ഒരു 6 മാസമെങ്കിലും സമയം തരുമായിരിക്കും. 6 മാസം സമയം വേണ്ടിവരും റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കാൻ. ഇതിനുമ്പും ജുഡീഷ്യൽ എൻക്വയറി, പുറ്റിങ്കൽ വെടിക്കെട്ടിനെ സംബന്ധിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ റിപ്പോർട്ടൊക്കെ പരിഗണിക്കാം. വെടിക്കെട്ടോ? അല്ല, വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടോ, കമ്മീഷൻ്റെ റെക്കമെൻഡേഷനുകളെ, അതിനെക്കുറിച്ച് എനിക്ക് ടേംസ് ഓഫ് റെഫറൻസ് വന്നാലേ അറിയാവുള്ളൂ. വെടിക്കെട്ട് അമ്പലങ്ങളിൽ ആവശ്യമാണോ, അല്ലെങ്കിൽ വെടിക്കെട്ട് അനുവദിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള വെടിക്കെട്ട് അനുവദിക്കണം, അതിനെക്കുറിച്ചൊക്കെ ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട്, തീർച്ചയായിട്ടും റിപ്പോർട്ട് കൊടുക്കും. പക്ഷേ ഏതാണേലും വെടിക്കെട്ട് പ്രോഹിബിറ്റ് ചെയ്യാനാണ് ഗവൺമെൻറ്റിന് ഒരു കമ്മീഷൻ്റെ ആവശ്യമില്ല. അത് നിയമാനുസൃതമായിട്ട് വെടിക്കെട്ട് അങ്ങ് പ്രോഹിബിറ്റ് ചെയ്യാം. പക്ഷേ വഴിപാട് വെടിക്കെട്ടൊക്കെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ നടത്താറുണ്ട്. ചുരുക്കം അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അപകട സാധ്യതകളും ഇതിനുമുമ്പ് അപകടങ്ങളുണ്ടായിട്ടും വെടിക്കെട്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കാൻ ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഏതായാലും അതിനെക്കുറിച്ച് എക്സാമിൻ ചെയ്യും. പിന്നെ വേറൊന്ന്, വെടിക്കെട്ടിൻ്റെ പാറ്റേൺ മാറ്റിയാൽ, ഒരുപക്ഷെ വെടിക്കെട്ടിനെ കൂടുതലൊരു ലൈറ്റ് ഷോ ആക്കി മാറ്റുകയാണെങ്കിൽ അപകടം ഒരുപക്ഷെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും. അല്ലെങ്കിൽ അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ സാധിക്കുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുക. ഓരോ കമ്മീഷൻ നിശ്ചയിക്കും, കമ്മീഷൻ നിർദ്ദേശങ്ങൾ നൽകും. ചിലർക്ക് സർക്കാർ അംഗീകരിക്കും, ചിലർ സർക്കാർ അംഗീകരിക്കില്ല. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, കമ്മീഷനുകൾ ഒരു സ്പെസിഫിക് കേസിനെ കുറിച്ച് എൻക്വയറി ചെയ്യാൻ ആണ്
കമ്മീഷന് നിയോഗിക്കുന്നത്. ഇപ്പോൾ എയർ ക്രാഷ് ഉണ്ടാകുന്നു, ഓരോ എയർ ക്രാഷിനും ഒരു കമ്മീഷൻ വയ്ക്കാറുണ്ട്. പക്ഷേ എയർ ക്രാഷുകൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്മീഷനും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് നടക്കാനുള്ള കാര്യമല്ല, അറിയില്ലല്ലോ ഏത് ആക്സിഡൻറ്റിന് കാരണം എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ വെടിക്കെട്ട്, ഒരു വെടിക്കെട്ട് എങ്ങനെ അപകടം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ നോക്കിയല്ലേ. എല്ലാ ശ്രദ്ധയും വേണം, എല്ലാം മുൻകരുതലുകളും എടുക്കണം. ഒരു കാരണവശാലും ഒരു അപകടം ഉണ്ടാക്കാൻ, സ്പാർക്ക് ഉണ്ടാകാൻ ഇടവരരുത്. അങ്ങനെ വേണം നടത്താൻ. അതിപ്പം എത്രയോ വർഷം പരിചയമുള്ള ഒരാളാണ് അവിടെ വെടിക്കെട്ട് നടത്തിയിരുന്ന ആൾ, എന്നിട്ട് പോലും അവിടെ അപകടം ഉണ്ടായി. ആ പാവം മരിച്ച സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ. വർഷങ്ങളായിട്ട് പൂരത്തിന് വെടിക്കെട്ട് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് മരിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് ആരും വരുത്തി വയ്ക്കുന്നതല്ല ഇത് എന്തോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഏറ്റവും മോശം കാലാവസ്ഥയിലാണ് ഈ തൃശ്ശൂർ പൂരം നടക്കുന്നത്. പീക്ക് സമ്മറാണ്, 38 ഡിഗ്രി ഒക്കെയാണ് ചൂട്. അപ്പോൾ വെടിമരുന്ന് അറിയാമല്ലോ, വെടിമരുന്നിന് തീ പിടിക്കാനായിട്ട് വലിയ വ്യത്യാസം വേണ്ട ചൂടിന്. അതുകൊണ്ട് സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അടുത്തടുത്ത് ഷെഡുകളൊക്കെ വച്ചായിട്ടായിരിക്കും ഇത്ര വലിയ വ്യാപ്തി ഒരു അപകടത്തിനുണ്ടായത്. അതിപ്പോൾ അവിടെ ചെന്ന് അതിനെക്കുറിച്ചൊക്കെ ഈ വെടിക്കെട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് നടത്തിയിരുന്നത് എങ്ങനെയാണ്, എത്ര ബിൽഡിങ്സ് ഉണ്ടായിരുന്നു, എത്ര അടുത്താണ്, എത്ര സ്റ്റോർ ചെയ്തിരുന്നു, അതിനെക്കുറിച്ചെല്ലാം പഠിക്കും. കരുതൽ ഈ വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താൻ ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് കമ്മീഷൻ പ്രധാനമായിട്ട് ഊന്നൽ കൊടുക്കുന്നത്. വെടിക്കെട്ട് നിരോധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കമ്മീഷൻ്റെ സ്കോപ്പ് ഓഫ് വർക്കിലുണ്ട്, അതിനെക്കുറിച്ചും റെക്കമെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഏത് രീതിയിൽ മാറ്റം വരുത്താമെന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധ അഭിപ്രായം എടുത്ത് കമ്മീഷന് പറയാനൊക്കും. ഇപ്പോൾ ഈ ചൈനീസ് പടക്കങ്ങൾ എല്ലാവരും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. വലിയ ലൈറ്റ് ഷോ ആണത്, അതെല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെടിക്കെട്ടിൻ്റെ ഒരു പാറ്റേൺ മാറ്റിയ ഒരുപക്ഷെ അപകടം വളരെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ അപകടം ഉണ്ടായാൽ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നമ്മൾ തുടങ്ങിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ഇപ്പോഴേ അതിനെക്കുറിച്ച് ഒന്നും പറയാനൊക്കത്തില്ല. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഈ സമ്മർ സമയങ്ങളിൽ അല്ല, ഇത് കമ്മിറ്റിയിലെ വിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതൊരു കമ്മീഷൻ, ഏകാംഗ കമ്മീഷനാണ്. അപ്പോൾ പക്ഷേ നമുക്ക് എല്ലാവരുടെയും അസിസ്റ്റൻസ് എടുക്കാം. ഒരു ജുഡീഷ്യൽ കമ്മീഷൻ സംബന്ധിച്ചോളം പറഞ്ഞാൽ നമുക്ക് ആരുടെ തെളിവ് ചോദിക്കാം, ആരെ സമൺ ചെയ്യാം, കോടതി സമൺ ചെയ്യണോ സമൺ ചെയ്യാനുള്ള അധികാരമുണ്ട് കമ്മീഷന്. അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കാം. അതുപോലെ ക്ഷേത്രം, ഇതിൻ്റെയൊക്കെ ഉത്സവങ്ങൾ വർഷങ്ങളായിട്ട് കാലാതീതമായിട്ട് ഉത്സവങ്ങൾ നടത്തുന്നവരുണ്ട്, അതുപോലെ വെടിക്കെട്ട് നടത്തുന്നവരുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരുടെ അടുത്തും തെളിവെടുക്കാം. അപ്പോൾ കമ്മീഷന് യാതൊരു പരിമിതികളും ഇല്ല തെളിവെടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം. ആരെ കേൾക്കണം എന്നുള്ളതെല്ലാം കമ്മീഷൻ തീരുമാനിക്കുന്നത്. പിന്നെ സമയം ഒരു 6 മാസമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഒരു 6 മാസമാണ് സാധാരണ ഒരു കമ്മീഷൻ ടൈം തരുന്നത്. ഒരു 6 മാസത്തിന് മുമ്പ് റിപ്പോർട്ട് കൊടുക്കാൻ പ്രയാസമാണ്. കാര്യം വെച്ചാൽ ഒന്നാമത് സൈറ്റ് ഇൻസ്പെക്ഷൻ വേണം, പലരെയും കേൾക്കണം, ചിലരെയൊക്കെ സൗണ്ട് ചെയ്ത് വരുത്തണം. ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ ആൾക്കാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ അവരെല്ലാം ഇപ്പം വല്ലാതെ ഒരു കണ്ടീഷനിലാണ്. അവരൊക്കെ ശാരീരികമായിട്ട് പല അവശതകളും നേരിടുന്നവരും ഡിസബിലിറ്റീസ് ഉള്ളവരൊക്കെയാണ്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് തരാൻ സാധിക്കും. അവരൊക്കെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും അതിനകത്തിരുന്ന് രക്ഷപ്പെട്ടവരുമാണ്. കൂടുതലും 10-15 പേര് മരിച്ചുപോയി. ഈക്വൽ നമ്പർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. 10-40 പേരുണ്ടായിരുന്നാണ് പറയണേ. 10-40 പേരുണ്ടായിരുന്നെങ്കിൽ അതൊരു 10-25 പേരെങ്കിലും എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. 15 പേരെ മരിച്ചു. അതിൻ്റെ നടത്തിപ്പുകാരൻ ഉൾപ്പെടെ 15 പേരെ മരിച്ചു. അപ്പം മരിക്കാത്തവരുടെ എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അവരെല്ലാം അതിൻ്റെ ദൃക്സാക്ഷികളാണ്. ഏതെങ്കിലും രീതിയിൽ സ്പാർക്ക് ഉണ്ടായതോ വല്ല മെറ്റൽ ഹാമർ ഉപയോഗിക്കുകയോ അതേപോലെ ഇലക്ട്രിക് സ്പാർക്കോ എന്തെല്ലാമാണ് ചാൻസ് നമുക്കറിയാൻ ഒക്കത്തില്ല അതിനെക്കുറിച്ചെല്ലാം. പക്ഷേ പോലീസിൻ്റെ ഡീറ്റെയിൽ എൻക്വയറി വരും. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് റീസൺ ഓഫ് ദിസ് ഫയർ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഐ വിൽ ഹെവിലി റിലൈ ഓൺ പോലീസ് റിപ്പോർട്ട്. എന്നുവെച്ചാൽ അത് ശരിയായിട്ട് എടുക്കുകയല്ല, അത് ഗൗരവമായിട്ട് പരിഗണിക്കും. അവർ കളക്ട് ചെയ്യുന്ന ഡേറ്റ, അവരുടെ മഹസർ എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ പോലീസും കളക്ടറുമായിട്ട് സംസാരിക്കും. പോലീസ് കമ്മീഷനും കളക്ടറുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അവർ വരും സൈറ്റ് കാണാനായിട്ട്. അപ്പോൾ ശനിയാഴ്ച ഒരു വെയിൽ പയ്യെ മങ്ങുമ്പോൾ ഒരു 4 മണിക്ക്
പോകാമെന്ന് ഓർക്കുവാണ്. അതിനുമുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവരെ പരിക്ക് പറ്റി കിടക്കുന്നവരിപ്പോൾ ഹോസ്പിറ്റലിലുള്ളവരെ കാണാമെന്ന് ഓർക്കുക.